ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്ക റെസിപ്പിയാണ്. ഓവനോ തന്തൂരോ ഉപയോഗിക്കാതെ പാനിൽ ഫ്രൈ ചെയ്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ചിക്കൻ ടിക്ക നിങ്ങൾ ഹോട്ടലിലോ ഏതെങ്കിലും ഫംഗ്ഷനിലോ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഈ രീതിയിൽ ചിക്കൻ ടിക്ക വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾ ഒരിക്കലും ഹോട്ടലിൽ പോയി കഴിക്കില്ല. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് ഉപയോഗിക്കുന്നത്. ചിക്കനെ വൈറ്റ് വിനെഗർ പിന്നെ സോൾട്ട് ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകി വാർത്ത് വെക്കണം. ഇങ്ങനെ ചെയ്താൽ ചിക്കനുള്ള സ്മെല്ല് ഇല്ലാതാകും. ആദ്യം നമുക്ക് ഹങ് കർഡ് റെഡിയാക്കണം. ഇതിനായി 750 ഗ്രാം തൈര് ഒരു കോട്ടൺ തുണിയിൽ കെട്ടി തൂക്കി വയ്ക്കുക. വെള്ളം സെപ്പറേറ്റായി നമുക്ക് കട്ടിയുള്ള തൈര് കിട്ടും. ഇതിനെ ഹങ് കർഡ് എന്നാണ് പറയുക. ചിക്കൻ ടിക്കയ്ക്കായി നമ്മൾ 2 മാരിനേഷനാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് മാരിനേഷനായി നല്ലതുപോലെ കഴുകി വാർത്ത് വെച്ച ചിക്കനിൽ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പകുതി നാരങ്ങയുടെ നീര്, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിലല്ല. ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് മാരിനേഷൻ തയ്യാറാക്കാം. ഇതിനു വേണ്ടി 2.5 ടേബിൾ സ്പൂൺ ഹങ് കർഡ്, 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ റോസ്റ്റഡ് കസ്തൂരി മേത്തി, 1/4 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, 1/2 ലെമൺ ജ്യൂസ്, 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ എന്നിവ ചേർക്കാം. ഇനി ഈ മാരിനേഷനിൽ ചേർത്താനായി ഒരു ചേരുവ കൂടി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഇതിനായി ഒരു പാനിൽ കടുകെണ്ണ 4 ടേബിൾ സ്പൂൺ ഒഴിക്കാം. നമ്മൾ കേരളക്കാർ കൂടുതൽ വെളിച്ചെണ്ണയാണ് കുക്കിങ്ങിന് ഉപയോഗിക്കാറ്. പക്ഷേ കടുകെണ്ണ ഉപയോഗിക്കേണ്ട രീതിയിൽ ഇതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു കുക്കിംഗ് ഓയിൽ തന്നെയാണ്. എസ്പെഷ്യലി തണുത്ത കാലാവസ്ഥയിൽ. പിന്നെ ഓരോ റെസിപ്പിയുടെ കുക്കിങ്ങിന് ഏത് ഇൻഗ്രീഡിയൻസ് ആണോ ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിച്ച് കുക്ക് ചെയ്താലേ അതിൻ്റെ രുചി നമുക്ക് കിട്ടുകയുള്ളൂ. എല്ലാവരും മേൽപ്പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ച് ചിക്കൻ ടിക്ക ഉണ്ടാക്കി നോക്കൂ. എല്ലാവരും നിങ്ങളെ പുകഴ്ത്തും. കടുകെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, പച്ചമുളക് ഒരെണ്ണം ചെറുതായി അരിഞ്ഞതും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി 2 ടീസ്പൂൺ കടലമാവ് ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ നന്നായി ഫ്രൈ ചെയ്യണം. ഇതിൽ നിന്ന് നല്ല മണം വരും. ഇതിൻ്റെ അർത്ഥം കടലമാവ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് എന്നാണ്. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കടലമാവിൻ്റെ മിശ്രിതം ഒന്ന് ചെറുതായി തണുത്തതിന് ശേഷം മസാലകളിൽ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ചൂടോടെ ഒഴിച്ചാൽ കട്ടിയുള്ള തൈര് വെള്ളം പോലെയാകും. ഈ മസാലകളെ നന്നായി മിക്സ് ചെയ്ത് ഫസ്റ്റ് മാരിനേഷൻ ആയിട്ടുള്ള ചിക്കനെ ഈ മാരിനേഷനിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 1 അവർ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം ഈ ചിക്കനിൽ തന്തൂരിൽ വരുന്നത് പോലെയുള്ള സ്മോക്കി ഫ്ലേവറിനായി ഒരു അലുമിനിയം ഫോയിൽ ഒരു ബൗളിൻ്റെ ഷേപ്പിൽ ചിക്കൻ്റെ നടുക്ക് പ്ലേസ് ചെയ്യാം. ഇതിലേക്ക് ഒരു കരിയുടെ കഷ്ണം സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് നന്നായി കത്തിച്ചെടുക്കുക. ഈ ചൂടുള്ള കരിയുടെ കഷ്ണം അലുമിനിയം ഫോയിലിൻ്റെ മുകളിൽ വെച്ച് ഇതിന് മുകളിൽ 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതുപോലെ പുക വരാൻ തുടങ്ങിയാൽ ഇതിന് ക്ലോസ് ചെയ്ത് 50 to 60 സെക്കൻഡ്സ് പുകയിൽ തന്നെ അടച്ചു വെക്കണം. ഇനി അലുമിനിയം ഫോയിൽ എടുത്തു മാറ്റാം. ഇനി ഈ മാരിനേറ്റഡ് ചിക്കനെ ഒരു സോട്ടേ സ്റ്റിക്കിൽ കോർത്തെടുക്കാം. ഇതുപോലെ സ്റ്റിക്കിൽ കോർത്തെടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ചിക്കനെ മറിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റും. ഈ സ്റ്റിക്കില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പാനിൽ തന്നെ ഫ്രൈ ചെയ്യാവുന്നതാണ്. എല്ലാ ചിക്കനെയും ഞാൻ സോട്ടേ സ്റ്റിക്കിൽ കോർത്തെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ചിക്കന് കൂട്ടായി ഓണിയൻ സലാഡ് തയ്യാറാക്കാം. ഒരു വല്യുള്ളി ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കുറച്ച് തിക്കായി കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെയുള്ള ഫുൾ റിംഗ് മാത്രം എടുത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ചാറ്റ് മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കൊത്തമല്ലി, ചെറിയ കഷ്ണം നാരങ്ങയുടെ നീര്, പിന്നെ 1 ടീസ്പൂൺ മെൽറ്റഡ് ബട്ടർ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്താൽ നല്ല സ്വാദുള്ള ക്രഞ്ചി ഓണിയൻ സാലഡ് റെഡിയാണ്. ഇനി കോർത്തു വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചാൽ മതി. നമ്മൾ ഇതിനെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി ഫ്ലെയിം മീഡിയമിൽ വെച്ച് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാം.
ചിക്കനെ മറിച്ചിട്ട് എല്ലാ ഭാഗത്തും കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ച് ഫ്രൈ ചെയ്താൽ ചിക്കൻ നല്ലതുപോലെ വേവുന്നതാണ്. ഇതേ രീതിയിൽ ബാക്കിയുള്ള ചിക്കനെയും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല രുചികരമായ ചിക്കൻ ടിക്ക ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കൂ. If you like this video, please like, share and subscribe to our channel. Thanks for watching.